നമ്മൾ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. താഴെ ഭാഗത്തുള്ളത് എർത്ത്, ഭൂമിയാണ്. ആ ഭൂമിയുടെ മുകൾ ഭാഗത്ത് വായു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ നമ്മൾ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയാം. താഴെ ഭാഗത്ത് അന്തരീക്ഷത്തിലെത്തി ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഇവിടെ എന്തായിരിക്കും? ഡെൻസിറ്റി, സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? വായുവിന്റെ ആ എയറിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഏറ്റവും സർഫസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുക. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭൂമിയുടെ സർഫസ് ഏരിയയിൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. മുകളിലേക്ക് പോകുന്നത് ഡെൻസിറ്റി, സാന്ദ്രത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിനനുസരിച്ച് വായുവിന്റെ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് രസബാരോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറിക് ബാരോമീറ്റർ. അതുകൊണ്ട് പ്രത്യേകം ഓർത്തേക്ക് മെർക്കുറിക് ബാരോമീറ്റർ അല്ലെങ്കിൽ ബാരോമീറ്റർ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് രസമാണ്, അത് മെർക്കുറിയാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇതില് മെർക്കുറിയുടെ റീഡിങ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. മെർക്കുറി റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നില്ലെങ്കിൽ 76 സെന്റിമീറ്റർ എന്ന് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 0.76 മീറ്റർ എന്ന് വരും. അപ്പൊ ഈ രണ്ട് പോയിന്റ് പ്രത്യേകം ഇതിനകത്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ ഈ ഒരു രസബാരോമീറ്റർ, മെർക്കുറിക് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്. ആ മെർക്കുറിയുടെ ലെവൽ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 0.76 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡ് പ്രഷർ, അല്ലെ? ലിക്വിഡ് പ്രഷർ ആയാലും ഇനി ഗ്യാസ് പ്രഷർ ആയാലും വാതകമർദ്ദമായാലും ദ്രാവകമർദ്ദമായാലും നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാനോമീറ്റർ. ഈ ചിത്രത്തിന്റെ പേരെന്താണ്? മാനോമീറ്റർ. അപ്പൊ ദ്രാവകമർദ്ദമാണെങ്കിലും വാതകമർദ്ദമാണെങ്കിലും നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാനോമീറ്റർ. അപ്പൊ ഇതേപോലെയുള്ള ബേസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വരാനുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ പരീക്ഷ നമുക്ക് സെറ്റ് ആക്കണം.